ഹായ് ഓൾ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ബീഡാണ്. രുദ്രാക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നു, പക്ഷേ ആക്ച്വലി അത് രുദ്രാക്ഷമല്ല. റെഡ് ഫോക്സ് ടെയിൽ പാം ബീഡ്. ഇതാണ് ആ ബീഡ്. ആക്ച്വലി ഇത് നാഗസന്യാസിമാർ, അഘോരി അവരുടെ കഴുത്തിൽ രുദ്രാക്ഷത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ധരിക്കാറുണ്ട്. ഇറ്റ്സ് പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് ഫ്രീ ഫ്രം ദ ഈവിൾ ഐ, അങ്ങനെ കുറേ സോ മെനി മിത്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദിസ് ബീഡ്. ഞാനത് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ഇവരിത് ക്യാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരെണ്ണത്തിന് 300 റുപ്പീസാണ് പറയണത്. ആൻഡ് ലക്കിലി ഇതെൻ്റെ വീടിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെന്താണ്. അപ്പോൾ ഞാനിത് അന്വേഷിച്ച് നടന്നപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആളൂർ പള്ളിയുടെ മുന്നിൽ ഇതിൻ്റെ മരമുണ്ട്. ഇതേപോലെ പഴുത്ത് കുറേ വീണ് കിടക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ച് കളക്ട് ചെയ്തു റിസർച്ച് ആവശ്യത്തിന്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നിറച്ച് ഫ്രൂട്ട്സ് വീണ് കിടക്കുകയാണ്. ആളൊരു പള്ളി കോമ്പൗണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ആളൂർ ഭാഗത്തുള്ള പള്ളി. സോ ഇതിൻ്റെ കോമ്പൗണ്ടിലാണ് സീഡ് വീണ് കിടക്കുന്നത്. ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഇടുന്നത് ബീഡ്. സോ ഇതിൻ്റെ മരം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ വീണ് കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു റെഡ് കളർ ഫ്രൂട്ടാണ്. ഇതാണ് ട്രീ. ഇതാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള റെഡ് ഫോക്സ് ടെയിൽ പാം ട്രീ. 3 എണ്ണം ഉണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം ഗ്രോത്ത് ആയിട്ടുള്ളൂ. സോ ഇതിനി വളർന്ന് വലുതായിട്ട് വേണം അതിൽ കായകളുണ്ടാകുന്നത്. പിന്നെ 2 എണ്ണം ഇവിടെയുണ്ട്, പിന്നെ 1 എണ്ണം അവിടെ.